എബോള വൈറസിന്റെ ഒരു പുതിയ ഔട്ട്ബ്രേക്ക് കൂടി ഉണ്ടായിരിക്കുകയാണ്. കോങ്കോ, ഉഗാണ്ട ഈ രണ്ട് രാജ്യങ്ങളിൽ 300-ലും കൂടുതൽ ആളുകളെ ബാധിക്കുകയും അതിൽ 88-ലും കൂടുതൽ ആളുകൾ മരിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. എബോള വൈറസിന്റെ സ്ട്രെയിൻ ആയിട്ടുള്ള ബോണ്ടിബുഗ്യോ എന്ന് പറയുന്ന ഒരു വൈറസാണ് ഇപ്പോഴത്തെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ഒരു എപ്പിഡമിക് വരുന്ന സമയത്ത് എപ്പിഡമോളജിസ്റ്റുകൾ, വൈറോളജിസ്റ്റുകൾ ഇവരുടെയൊക്കെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ വിത്തിൻ 24 hours തന്നെ WHO ഓൺ ഒപ്പീനിയൻ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷനെതിരെ നോ വാക്സിൻ, നോ ട്രീറ്റ്മെന്റ്, മോർ ദാൻ 90% ഫെറ്റാലിറ്റി റേറ്റ്. ഇൻഫെക്ഷൻ വന്നാൽ 90% കൂടുതലും മരണസാധ്യതയുള്ള ഒരു അസുഖമാണ് എബോള വൈറസിന്റെ ഇൻഫെക്ഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹണ്ട വൈറസിന്റെ ഇൻഫെക്ഷൻ വന്ന സമയത്ത് WHO പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷൻ വെൽ കൺട്രോൾഡ് ആണെന്ന്. എന്നാൽ അതുപോലെയല്ല ഈ ഒരു എബോള വൈറസിന്റെ കാര്യത്തിൽ WHO പറയുന്നത്. കാരണം പേഷ്യൻ്റ് 0നെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ആർക്കാണ് ഈ അസുഖം വന്നിട്ടുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എത്ര ആൾക്ക് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല, ഇവർ എവിടേക്കാണ് ഉള്ളത് എന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് WHO അതിനൊരു ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എയർപോർട്ട്സിൽ, സീ പോർട്ട്സിലൊക്കെ ടെമ്പറേച്ചർ സ്ക്രീനിങ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ക്വാറന്റൈൻ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വൈറസിനെ കുറിച്ചുള്ള ന്യൂ അപ്ഡേറ്റ്സ് നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ.